സാധാരണഗതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസുമായിട്ടാണ് ഞാൻ വരാറ്. പക്ഷെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ വേദനയോടു കൂടിയാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ മോർണിംഗ് സ്റ്റാർ കോളേജിലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സംശയം ചോദിക്കുന്ന കൂട്ടത്തിലെ ഒരു മെഡിക്കൽ ജാസ്ലിയ, ആ പെൺകുട്ടിയുടെ മരണം എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സ്വീകരിക്കാനും അന്നത്തെ ഫംഗ്ഷനും എല്ലാം നിറഞ്ഞു നിന്ന ഒരു പെൺകുട്ടി. അതേപ്പറ്റി അന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു പോകും അവിടെ പെരുമാറ്റ രീതിയും ഇടപെടലുമൊക്കെ. കഴിഞ്ഞ ദിവസം ഡൊമിനോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അപകടം ഉണ്ടായത്. വെറും ഒരു അപകടമല്ലിത്. ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ ഒരു നെടുന്തൂൺ നഷ്ടപ്പെട്ട ഒരു അനുഭവം. വളരെ ഓമനിച്ച് വളർത്തിയ ഒരു പെൺകുട്ടി, 19 വയസ്സ് വരെ വളർത്തിയ ഒരു പെൺകുട്ടി ആരുടെയോ അശ്രദ്ധയാൽ, ഇനി മറ്റു വല്ല കാരണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല, പലതും കേൾക്കുന്നു. ഇവര് ഏതോ ഒരു പാർട്ടി കഴിഞ്ഞ് വരുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അതിനെപ്പറ്റി നമുക്കൊന്നും വ്യക്തതയില്ല. എന്തായാലും സൈഡിൽ കൂടെ പോകുന്ന ആ പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് റോഡിൽ ഉരുണ്ട് പോരുന്ന ഒരു രംഗം കാണും. അതിന് തൊട്ട് മുമ്പ് വേറെ എവിടെയോ ബൈക്കിൽ എവിടെ ഇടിച്ചെന്നും പറയുന്നത് കേട്ടോ. അതൊക്കെ ഇനി പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ്. അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നാൽ ആ വീട് പുലർത്താൻ കഴിയില്ല എന്നൊരു ബോധം കൊണ്ട്, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട്, സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പടിക്കുവാനുള്ള ഒരു മോഹം കൊണ്ട് സ്പോർട്സിലും മറ്റുമെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ വീടിൻ്റെ അടുത്ത പ്രതീക്ഷ. ഇനി അതിനിലെ ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. അത് വളർന്നു വരുന്ന അതേ സമയം വരെ ആ വീടിനുണ്ടായ ഈ നഷ്ടം എങ്ങനെ നികത്തണം എന്ന് ആർക്കും അറിയില്ല. ഈ കൂടെ പഠിച്ച കുട്ടികളും അധ്യാപകരും നാട്ടുകാരും എല്ലാം ഇറങ്ങി രംഗത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കണം ആ പെൺകുട്ടി ഇവർക്കെല്ലാം എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു. എനിക്ക് ഇതിനകത്ത് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. ഒരു മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്താൽ പോലീസിന്റെ അന്വേഷണം കഴിയും. ഈ മൊബൈൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പ്രതികളെ, മർഡർ കേസിലെ പ്രതികളെ അന്ന് തന്നെ പിടിച്ച് ശീലമുള്ളവരാണ് കേരള പോലീസ്. അതിർത്തികളൊന്നുമില്ലാതെ ബംഗ്ലാദേശ് അതിർത്തിയിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ പോയി, നക്സലൈറ്റ് മേഖലകളിൽ പോയി ഞങ്ങൾ പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും എറണാകുളം റൂറലിലെ കുട്ടികളെ ഒന്ന് ഞൊടിച്ചു വിട്ടാൽ അവർ രാജ്യം പിടിച്ചുകൊണ്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ എന്താണ് ഇതിനകത്തൊരു തടസ്സം എന്ന് മനസ്സിലാവുന്നില്ല. കേസ് അന്വേഷണത്തിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിയ ആളാണ് ഇപ്പോഴത്തെ SP സുദർശൻ. വളരെ പേരുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അന്വേഷണത്തിലും ഫോളോ അപ്പിന്റെ കാര്യത്തിലും മിടുമിടുക്കനാണ് നമ്മുടെ SPC. അപ്പോൾ പിന്നെ കേസ് താമസിക്കുന്ന എന്താണ്, അറസ്റ്റ് താമസിക്കുന്ന എന്താണെന്നൊരു തോന്നല് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ പോലീസിന്റെ പേര് നിലനിർത്താൻ വേണ്ടി, ജനങ്ങൾക്ക് പോലീസുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവണം. അത് തന്നെയല്ല, വളരെ ഭംഗിയായ ഒരു പ്രോസിക്യൂഷനും ഈ കാര്യത്തിൽ ഉണ്ടാവണം, വിട്ടുവീഴ്ചയില്ലാതെ. ആ പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇനി നമുക്ക് ആർക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. നോക്കണം, മരിക്കുന്ന സമയത്തും ആ കുടുംബത്തിന് സാമ്പത്തികം മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അത്ര വലിയ മനസ്സുള്ളവരാണ് അവര്. ആ മരിച്ചുപോയ കുട്ടിയുടെ അവയവം പല ആളുകളിലേക്ക് വെച്ച് പിടിപ്പിക്കാനും അതിലൂടെ ഒരുപാട് പേർക്ക് ജീവിതം കൊടുക്കാനും തയ്യാറാകുന്ന വലിയ മനസ്സിന്റെ ഉടമകളാണ് അവരുടെ. അവർക്കുണ്ടായ നഷ്ടത്തിൽ വലിയ സങ്കടമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അതിനകത്ത് ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളൊരു വലിയ വെല്ലുവിളിയായിട്ട് എടുത്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിനകത്തുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും വേണം. ഇനി അവിടെയുള്ള ആളുകൾ മുഴുവൻ അജിറ്റേറ്റഡ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയം പോകാനിടയുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ശ്രദ്ധ വേണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.